നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഹയർ സെക്കൻഡറി 2ാം വർഷ മലയാള പാഠഭാഗത്തിലെ 3ാമത്തെ പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യത്തെ ചോദ്യപ്രകാരമാണ്: നീറായ വനം, ചാട്ടുളിയായ കനൽവിളി, അലകടലിൻ വേരുപറിക്കൽ, കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ, ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി എന്നീ പ്രയോഗങ്ങളുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് സംഘചർച്ച നടത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കടമ്മനിട്ട കവിതകളിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയുന്ന സവിശേഷമായ പ്രയോഗങ്ങളാണിവ. നീറായ വനം എന്നത് കത്തിച്ചാമ്പലായ വനത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൻ്റെ ജീവിതത്തിന് അടിസ്ഥാനവും പിന്തുണയുമായ ഒരു ഇടം, ആവാസ വ്യവസ്ഥയാണ് ഇവിടെ എരിഞ്ഞ് തീരുന്നത്. അപ്പോൾ ആ വനനശീകരണം മുതൽ പരിസ്ഥിതി നാശത്തിൻ്റെ ഒക്കെ സൂചനകളാണ് ഈ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് ചാട്ടുളിയായ കനൽവിളി. പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീത്വത്തെയാണ് നമുക്ക് അതിൻ്റെ ആ പരിദേവനങ്ങളും പ്രതിഷേധങ്ങളിലും ഒക്കെയാണ് നമുക്ക് ഈ സ്വരത്തിൽ കാണാൻ കഴിയുന്നത്. തീക്കനലിന്റെ വിളിയാണ് ചാട്ടുളിയായി മാറുന്നത്. ശക്തമായ പ്രതിഷേധത്തിന്റെ ചിഹ്നമാണ് ചാട്ടുളിയാകുന്ന കനൽവിളി. അതുകൊണ്ടാണ് അത് കരളിൽ ചെന്ന് ആഞ്ഞു തറയ്ക്കുന്നതായിട്ട് കവി പറയുന്നത്. സ്വന്തം വ്യക്തിത്വത്തിന് നേരെയും ശരീരത്തിന് നേരെയും കടന്നാക്രമണം നടക്കുമ്പോൾ ആ സ്ത്രീത്വത്തിന് പ്രതിരോധത്തിന്റെ കനൽ തെളിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. അടുത്ത അലകടലിൻ വേരുപറിക്കൽ. കാടിനു നേരെയും സ്വന്തം വർഗക്കാരുടെ നേരെയും നടക്കുന്ന അതിക്രമങ്ങൾ കണ്ട് കാട്ടാളൻ രോഷം കൊണ്ട് ജ്വലിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവൻ ഉടലാകെ ഉലയ്ക്കുന്നത് പോലെ കിടന്ന് അലറുകയാണ്. അലകടലിന്റെ വേരു പറിക്കാൻ കുതറുകയാണ്. അത്രത്തോളം ശക്തമാണ് അവന്റെ പ്രതിഷേധം, അത്രത്തോളം വേദനയാണ് അവന്റെ ഉള്ളിൽ നിറയുന്നത്. അപ്പോൾ തങ്ങൾക്ക് നിലനിൽക്കാൻ സാധ്യമാകാത്ത അല്ലെങ്കിൽ തങ്ങൾക്കിടം തരാത്ത ഈ ലോകത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു വാഞ്ചയാണ്, ഒരാഗ്രഹമാണ് അവന്റെ ഉള്ളിൽ നിറയുന്നത്. അടുത്തത് കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ. കാട്ടാളന്റെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. കറുകപ്പുൽ തുമ്പത്ത് അമ്പിളി കളമെഴുതി പാടിയ രാവുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ കളമെഴുത്തും പാട്ടും നടക്കുന്ന കലാരൂപങ്ങൾ ഒക്കെ അരങ്ങേറുന്ന ഒരു ഇടം ആ കാട്ടാളന്റെ കണ്ണുകളിൽ അല്ല അവന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സുന്ദരമായ ആ രാത്രികളെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്നേക്കുമായി എന്ന് കാട്ടാളൻ തിരിച്ചറിയുന്നു. വർത്തമാനകാലത്തെ നിറം മങ്ങിയ അനുഭവങ്ങൾക്ക് പകരം കാട്ടാളന് സ്വന്തമായുള്ളത് ആ മനോഹരമായ ഓർമ്മകൾ മാത്രമാണിന്ന്. അടുത്തത് ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി. ഈറ്റപ്പുലി മുരളുന്ന കണ്ണ് എന്ന് പറയുന്നത് കാട്ടാളന്റെ ആ രോഷത്തിന്റെ പ്രതീകമാണ്. എല്ലാം കണ്ടും കേട്ടും തന്നെ തന്നെ മറന്ന് ആ കലികൊണ്ട് നിൽക്കുകയാണ് കാട്ടാളൻ. അതോടൊപ്പം തന്നെ അങ്ങേറ്റത്തെ ദുഃഖവുമുണ്ട്. ഊറിയടർന്നൊരു തീത്തുള്ളി എന്ന് പറയുന്നത് കണ്ണുനീർത്തുള്ളിയല്ല, തീത്തുള്ളി തന്നെയാണ്. അത് അഗ്നിയാണ് അല്ലെ, ഒരു ആ രോഷത്തിന്റെ അഗ്നിയാണ്, ദുഃഖത്തിന്റെ ഒരു മൂർത്ത രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രോഷാഗ്നിയിൽ കണ്ണീര് പോലും വറ്റി തീത്തുള്ളികളായി മാറുന്ന ഒരു കാഴ്ചയാണ് കവി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത ചോദ്യം: നമ്മുടെ നാടോടി സംസ്കാരത്തിന്റെയും പടയണി എന്ന അനുഷ്ഠാന കലാരൂപത്തിന്റെയും അടിത്തറയിൽ കെട്ടിയുയർത്തിയ കാവ്യശില്പമാണ് കിരാതവൃത്തം. കവിത വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നാടോടി സംസ്കാരത്തിന്റെയും പടയണി എന്ന അനുഷ്ഠാന കലാരൂപത്തിന്റെയും അടിത്തറയിലാണ് കിരാതവൃത്തം എന്ന കവിത ഉയർത്തി എടുത്തിരിക്കുന്നത്. താളത്തിന്റെയും ഈണത്തിന്റെയും ഭാവത്തിലും ദർശനത്തിലും എല്ലാം പടയണി എന്ന് പറയുന്ന കലാരൂപം ഈ കവിതയെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് നോക്കിയാൽ പടയണിയിൽ ആവിഷ്കരിക്കുന്ന ഭാവങ്ങളും പ്രശ്നങ്ങളും വാസ്തവത്തിൽ ജനസാമാന്യത്തിന്റെ വരേണ്യതയ്ക്കെതിരെയുള്ള ഒരു ശബ്ദമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അതിനോടുള്ള ആഭിമുഖ്യമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാരമ്പര്യം. നമ്മുടെ സംസ്കാരത്തിന്റെ മേലുള്ള അധിനിവേശത്തിന്റെ കഥകൾ പണ്ട് മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ കിടക്കുന്ന ആദിമഭാവം ഇപ്പോഴും കുറെയെങ്കിലും നിലനിൽക്കുന്നത് നാടോടി ജീവിതവുമായി, മണ്ണുമായി, പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥ മനുഷ്യ ജീവിതം അതാണ്. അതിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന മനുഷ്യനെ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിൽ എന്ന് കടമ്മനിട്ട പറയുന്നു. കിരാതവൃത്തം എന്ന കവിതയെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ തന്നെ ഈ വാക്കുകൾ കൊണ്ട് സാധിക്കും. കടമ്മനിട്ടയുടെ പ്രസിദ്ധമായ കവിതയുടെ വേരുകൾ നാടോടി സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. ആ വേരുകളിൽ നിന്നും പൊട്ടിമുളച്ചതാണ് എൻ്റെ കവിതകൾ എന്ന് പറയുന്നതിനാണ് എനിക്കിഷ്ടമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്.
പടയണി എന്ന കലാരൂപം ആ കവിതയ്ക്ക് കൂടുതൽ ശക്തിയും കരുത്തും നൽകുന്നത് നമുക്ക് കാണാം. ഈണത്തിലും താളത്തിലും കവിതാശില്പത്തിലും കിരാതവൃത്തം പടയണി എന്ന കലാരൂപത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ചെറുപ്പകാലത്തിൽ തന്റെ അച്ഛൻ തന്റെ തുടയ്ക്ക് താളം പിടിച്ച് പടയണിപ്പാട്ട് പാടി എന്നെ ഉറക്കാറുണ്ടായിരുന്നു. കണ്ണും കാതും കാലും മുറിച്ചപ്പോൾ കളത്തിൽ ഓടി നടന്ന് ഞാൻ നേടിയ നേട്ടങ്ങൾ എൻ്റെ കവിതകളുടെ ഈടുവയ്പ്പുകളായി എന്നും കടമ്മനിട്ട പറയുന്നുണ്ട്. അവനവന്റെ സ്വത്വത്തിലേക്കുള്ള യാത്രയായി കവിത മാറണം എന്ന ഒരു സങ്കല്പമാണ് നമുക്ക് ഈ കാട്ടാളൻ എന്ന കവിതയിൽ കാണാൻ കഴിയുന്നത്. കുറത്തി, കാട്ടാളൻ എന്നീ കവിതകളുടെ അദ്ദേഹത്തിന്റെ തന്നെ കുറത്തി എന്ന കവിതയിലെ പിന്നിലും ഈ ഒരു ചിന്തയാണുള്ളത്. ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമായി വളർന്നു വന്ന നാടോടി തനിമയാണ് വന്യശക്തിയോടെ കടമ്മനിട്ട് അവതരിപ്പിക്കുന്നത്. താന്ത്രിക കലയിലെ ശക്തി ആരാധന കിരാതവൃത്തത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പടയണിയിലും ഇത് നമുക്ക് കാണാൻ കഴിയും. അടിസ്ഥാനപരമായി കീഴാളരുടെ ശക്തിഗാഥയാണ് ഈ കവിത എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് കീഴാള സംസ്കാരത്തിന്റെ മുദ്രകൾ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നെഞ്ചത്തൊരു പന്തം കുത്തി എന്ന ബിംബം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ പടയണിയുടേതാണ് എന്ന് കവി തന്നെ എടുത്തു പറയുന്നുണ്ട്. കിരാതവൃത്തം ദ്രാവിഡ സംസ്കാരത്തിന്റെ കീഴാള സംസ്കാരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കവിതയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടിസ്ഥാന വർഗത്തിന്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ കവിതയുടെ അന്തസത്ത. ആദിവാസികളുടെ ജീവിതത്തിലും കലകളിലും ആഘോഷങ്ങളിലും പ്രകൃതി ബന്ധവും സംസ്കാരവും എല്ലാം ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിന് ജീവൻ പകരാൻ വേണ്ടിയാണ് പടയണിയുടെ അനുഷ്ഠാന കലകൾ കൂടി ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. ആഴത്തിൽ വിശകലനം ചെയ്താൽ കടമ്മനിട്ട കവിതകൾ ഏതു പക്ഷത്താണ് നിൽക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി ബോധ്യമാകും. കിരാതവൃത്തം നിൽക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെയും നിസ്സഹായരുടെയും പക്ഷത്താണ്. വരേണ്യ സംസ്കാരത്തിനു പകരം നാടോടി സംസ്കാരത്തിന്റെ ശക്തി സൗന്ദര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയാണ് ഈ കവിതയിലൂടെ കവി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കാവ്യബിംബങ്ങളിൽ ദൃശ്യബിംബങ്ങൾക്ക് സവിശേഷ സ്ഥാനമാണുള്ളത്. കിരാതവൃത്തം എന്ന കവിതയെ സൗന്ദര്യാത്മകമാക്കുന്നതിൽ ദൃശ്യബിംബങ്ങൾ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കിരാതവൃത്തം എന്ന കവിതയിൽ ദൃശ്യബിംബങ്ങൾക്ക് വലിയ ഒരു സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് പ്രകൃതിയുമായി ബന്ധപ്പെടുന്ന ബിംബങ്ങൾക്ക് ഒരു സവിശേഷ സ്ഥാനമുണ്ട്. നമ്മളിവിടെ കാണുന്ന ഈറൻ കണ്ണു തുറന്നും ഇറ്റപ്പുലി നൂറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും പുരിയം പാതി വളച്ചും ഒക്കെ നിൽക്കുന്ന കാട്ടാളന്റെ ചിത്രം. കാട്ടാളന്റെ ആ നിൽപ്പിൽ തന്നെ ആ കഥാപാത്രത്തിന്റെ മാനസിക ഭാവം എത്രത്തോളം രൗദ്രവും രോഷവും അഗ്നിയും പ്രതികാരവും ഒക്കെ കണ്ണുകളിലുണ്ട്, അല്ലെങ്കിൽ ആ ഉള്ളിലുണ്ടെന്ന് നമ്മളെ കാണിച്ചു തരുന്നതാണ്. നെഞ്ചത്തൊരു പന്തം കുത്തിയാണ് കാട്ടാൾ നിൽക്കുന്നത്. രോഷത്തിന്റെ പന്തമാണ് അല്ലെ. ആകാശത്തച്ഛൻ ചത്തുകിടക്കുന്നതും മലയോരത്ത് അമ്മ ദഹിച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് ഒരു കാഴ്ച, ഒരു ദൃശ്യ ബിംബമാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ കണയേറ്റ കരിമ്പുലി, ഉരുൾപൊട്ടിയ മാമല, ഇതൊക്കെ കാട്ടാളന്റെ തന്നെ പ്രതിരൂപമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഴനീരിനു മാനം നോക്കിയിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന കാട്ടാളൻ വർത്തമാന കാലത്തിന്റെ ആ എത്ര ദൈന്യമായ ഒരു കാത്തിരിപ്പാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ ചത്തുകിടക്കുന്ന കരിമേഘവും വിഷം നിറഞ്ഞ കടലും എല്ലാം ജീവിക്കുന്ന കാലത്തിന്റെ ശൂന്യത അല്ലെ, എല്ലാം നഷ്ടപ്പെട്ടവരുടെ ആ മനോഭാവമാണ് നമുക്കിവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. ആ ശൂന്യതയും വ്യർത്ഥതയും ഒക്കെ നമുക്ക് ഈ വരികളിലൂടെ കാണാൻ കഴിയുന്നു. അതുപോലെ കാട്ടാളന്റെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയൊക്കെ പ്രകൃതിയുടെ മനോഹരമായ ബിംബങ്ങൾ കടന്നു വരുന്നുണ്ട്. കിനാക്കൾ വിതച്ച ഇടിമിന്നൽ പൂക്കും മാനം, തുളസിക്കാടുകളുടെ ഈറൻ മുടി കോതിയ സന്ധ്യകൾ, കറുകപ്പുൽ തുമ്പത്ത് അമ്പിളികളം എഴുതിയ രാവുകൾ, കാറ്റിന്റെ ചിലങ്ക, കാട്ടാറിന്റെ തരിവള, പച്ചപ്പൈ ചാടി നടക്കുന്ന മുത്തങ്ങ പുല്ലുകൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സൗഭാഗ്യത്തിന്റെ അടയാളങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അവയൊക്കെ മനോഹരമായ ദൃശ്യ ബിംബങ്ങളാണ്. കാട്ടാളന്റെ കണ്ണീരിൽ നിന്ന് നടന്നു വീഴുന്ന തീത്തുള്ളി വളരെ തീക്ഷ്ണമായ ഒരു കാവ്യ ബിംബം തന്നെയാണ്. അതുപോലെ കാട്ടാളന്റെ വന്യശക്തി ഉയർത്തെഴുന്നേൽക്കുന്നിടത്തും ഈ ബിംബം കാണാം. നമുക്ക് പ്രത്യാശയുടെ ഒരു കിരണം അവിടെ വന്ന് ഉദിക്കുന്നതായിട്ട്, അവിടേക്ക് കടന്നു വരുന്നതായിട്ട് പറയുന്നുണ്ട്. അത് ആ സമയത്തേക്ക് ആ കിരണം അവിടെ എത്തുമ്പോഴേക്കും പുതിയൊരു ലോകം തന്നെയാണ് കാട്ടാളന്റെ മുന്നിൽ തെളിയുന്നത്. സൂര്യനും വനമോടികളും വീണ്ടും തെളിയുകയും സമൃദ്ധിയുടെ ഒരു ലോകം ഇനിയും കടന്നു വരികയും ചെയ്യും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും ശുഭ സൂചനയുമായിട്ട് ആ ബിംബങ്ങൾ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ കിരാതവൃത്തം എന്ന കവിതയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യ ബിംബങ്ങൾ ആ കവിതയുടെ ഭാവവുമായിട്ടൊക്കെ അങ്ങേയറ്റം ഇണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം, സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുൻപിൽ സത്രപം വിനീതയായി നിന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ ഭരണാർത്ഥമാലയും ഇട്ടിടിനാൾ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ എഴുത്തച്ഛന്റെ വരികളാണിത്. കണയേറ്റ കരിമ്പുലി പോലെ ഉരുൾപൊട്ടിയ മാമല പോലെ ഉലകാകെ ഉലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ, അലകടലിൻ വേരുപറിക്കാൻ കുതറി കാട്ടാളൻ.
കടമ്മനിട്ടയുടെ വരികൾ. എഴുത്തച്ഛനിൽ നിന്ന് കടമ്മനിട്ടയിലേക്ക് എത്തുമ്പോൾ കാവ്യഭാഷയിൽ സംഭവിച്ച പരിണാമത്തെപ്പറ്റി മുകളിൽ കൊടുത്ത കാവ്യഭാഗങ്ങൾ വിശകലനം ചെയ്ത് ഒരു ചെറിയ ഉപന്യാസം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലയാള ഭാഷയ്ക്ക് ശക്തമായ ഒരു അടിത്തറ നൽകിയ കവിയാണ് നമ്മുടെ എഴുത്തച്ഛൻ എന്ന മഹാകവി. എഴുത്തച്ഛനിൽ നിന്ന് കുമാരനാശാനിലൂടെയും വൈലോപ്പള്ളിയിലൂടെയും കടമ്മനിട്ടയിലെത്തുമ്പോൾ ആ കാവ്യ ഭാഷയ്ക്ക് തന്നെ വലിയൊരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കാണുന്ന ആ ഭാഗം, ഇവിടെ തന്നിരിക്കുന്ന ഭാഗം സീതാ സ്വയംവരം എന്ന ഭാഗത്തു നിന്നുള്ളതാണ്. അവിടെ വളരെ മനോഹരമായിട്ട് സീതാദേവിയെ വർണ്ണിക്കുകയാണ്. രാമനിലേക്ക് നേത്രോൽപ്പലമാല ഇടുകയും പിന്നീട് വർണ്ണമാല്യം അണിയുകയും ചെയ്യുന്ന ആ മനോഹരമായ സന്ദർഭത്തെയാണ് സൂചിപ്പിക്കുന്ന കവി. ആ ഭാഷാ പ്രയോഗത്തിൽ എഴുത്തച്ഛൻ്റെ എല്ലാ സാമർഥ്യവും വെളിവാകുന്ന ഒരു സന്ദർഭമാണിത്. അത്ര ആഢ്യമായ ഒരു ഭാഷാ രീതിയാണ് ഈ സന്ദർഭത്തിൽ എഴുത്തച്ഛൻ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഭാവത്തിനും സന്ദർഭത്തിനും അനുസരണമായ ഒരു ഭാഷയാണ് ഇവിടെ എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ കടമ്മനിട്ടയുടെ കിരാതവൃത്തത്തിലെ ഭാഷ എന്ന് പറയുന്നത് നാടോടി ഭാഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്ന ഒന്നാണ്. ലളിതമാണ് അതിൻ്റെ കാവ്യഭാഷ. എന്നാൽ മലയാള കവിതയിൽ വന്ന ഭാഷാപരമായ വ്യതിയാനത്തിന്റെ ഒരു പ്രധാന സ്വഭാവം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത് നാണിച്ചു നിൽക്കുന്ന സീതയാണെങ്കിൽ കടമ്മനിട്ട ആവിഷ്കരിക്കുന്ന രോഷാഗ്നിയിൽ ജ്വലിച്ചു നിൽക്കുന്ന കാട്ടാളനെയാണ്. അപ്പോൾ തീർച്ചയായും സന്ദർഭം വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ ഭാഷയും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ആ സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ആ ഭാഷയെ നിർണ്ണയിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എഴുത്തച്ഛൻ്റെ കവിതയുടെ ഭാവം ധ്വന്യാത്മകമായ ആത്മീയതയാണെങ്കിൽ കടമ്മനിട്ട കവിതയുടെ ഭാവം എന്ന് പറയുന്നത് പ്രക്ഷുബ്ധമായ ഇളകി മറിഞ്ഞ ഒരു ഭാവമാണ്. ആ ഭാവത്തിനനുസരിച്ചാണ് കാവ്യ ഭാഷയും മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. എഴുത്തച്ഛൻ്റെ കവിത മാനക ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ വാമൊഴി രൂപങ്ങൾക്കും അതുപോലെ ദ്രാവിഡ സ്വത്വത്തിന്റെ തനിമയുള്ള പദങ്ങൾക്കുമാണ് കടമ്മനിട്ട പ്രാധാന്യം നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്ത ചോദ്യം, കണ്ണാടി കാൺമോളവും എഴുത്തച്ഛൻ, ഊഞ്ഞാലിൽ, വൈലോപ്പള്ളി, കിരാതവൃത്തം, കടമ്മനിട്ട, മത്സ്യം, ടി.പി. രാജൻ ഈ കവിതകൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലയാള കവിതാ ചരിത്രത്തിലെ 4 വ്യത്യസ്ത കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന കവിതകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ സവിശേഷമായ ഒരു ഭാഗമാണ് ഈ സമാഹാരത്തിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭാഷയിലും ദർശനത്തിലും അധ്യാത്മ വിചാരത്തിലും ആഴത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന കവിയെയാണ് നമുക്ക് കണ്ണാടി കാൺമോളവും എന്ന ഭാഗത്ത് കാണാൻ കഴിയുന്നത്. കാലത്തിനും ദേശത്തിനും അപ്പുറത്തുള്ള ഒരു ജീവിത സത്യം, അല്ലെ, ഇന്നും പ്രസക്തമായ ഒരു ജീവിത സത്യത്തെയാണ് അതിൽ കവി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഊഞ്ഞാലിൽ എന്ന കവിത ഒരു കാൽപ്പനിക കാലത്തിന് തുടർച്ചയായിട്ട് കടന്നു വരുന്ന ഒരു കവിതയാണ്. വാർദ്ധക്യകാലത്ത് ദമ്പതികളിൽ അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിൻ്റെ ഭാവങ്ങളും ഒക്കെയാണ് വൈലോപ്പള്ളി ഇവിടെ ആവിഷ്കരിക്കുന്നത്. ജീവിതത്തിൻ്റെ ആഴം അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ പൊരുൾ അവതരിപ്പിക്കാനാണ് വൈലോപ്പള്ളി ശ്രദ്ധിച്ചിരിക്കുന്നത്. കൊലക്കുടുക്ക് ആകാവുന്ന കയറിനെ ഊഞ്ഞാലാക്കി തീർക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്നാണ് ആ കവിതയിലൂടെ കവി ആവിഷ്കരിക്കുന്നത്. ജീവിതത്തിൽ ചെറുതെങ്കിലും ആ മുന്തിയ സന്ദർഭങ്ങളെ അവതരിപ്പിക്കാനായിട്ടാണ് കവി ഇവിടെ ശ്രമിക്കുന്നത്. കടമ്മനിട്ടയുടെ കിരാതവൃത്തം തികച്ചും വ്യത്യസ്തമായ ഒരു കവിതയാണ്. കിഴാളരുടെ ജീവിതാനുഭവങ്ങളും മറ്റും നാടോടി ഭാഷയിൽ അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. ആ കാട്ടാളൻ്റെ പ്രതിഷേധം, തൻ്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന ആ വരേണ്യവർഗത്തോട് അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തോടൊക്കെയുള്ള കാട്ടാളൻ്റെ പ്രതിഷേധമാണ് ആ കവിതയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒക്കെ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു വലിയ സംഘർഷം നിറഞ്ഞ ഒരവസ്ഥയാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഷയിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ടി.പി. രാജീവൻ്റെ മത്സ്യം ഒരു ഉത്തരാധുനിക കവിതയാണ്. ആ കാവ്യാത്മകമായ ഗദ്യം, അതൊരു ഗദ്യ കവിതയെന്ന് നമുക്ക് പറയാം. ഒരു പുതിയ കാലത്തിന്റെ ജീവിതം തന്നെയാണ് അതിൽ കവി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. ചെറുത്തുനിൽപ്പിന്റെ, പ്രതിഷേധിക്കുന്ന ഒറ്റയാന്മാരുടെ ഒക്കെ ചരിത്രം, അതിജീവനത്തിന്റെ ഒക്കെ ചരിത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അത് അതിന്റെ കാവ്യഭാഷ വ്യത്യസ്തമാണ്, അതിന്റെ രചനാ ശൈലി തന്നെ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എഴുത്തച്ഛനിൽ തുടങ്ങി ടി.പി. രാജീവനിൽ എത്തുമ്പോൾ കവിത ഭാഷ അല്ലെങ്കിൽ കവിത മാറുന്നു, ഭാഷ വ്യത്യസ്തമാകുന്നു, അത് വളരുകയും വികസിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്തമായ തലങ്ങളിലാണ് എപ്പോഴും നമുക്ക് 4 കവിതകളെയും കാണാൻ സാധിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.